ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിൽ പല ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും പലപ്പോഴും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോവുക, അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവുക. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെറ്റായ ചാർജിങ് രീതി, അതുപോലെ തന്നെ തെറ്റായ ഫോൺ ഉപയോഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ തെറ്റായ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്തി ആയിട്ട് നിർത്താം എന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബാറ്ററി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി, അതായത് നമ്മുടെ ബാറ്ററീൻ്റെ ഐക്കൺ ചുവപ്പ് നിറമായതിനു ശേഷം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മുടെ ഫോൺ ഒരു 15% ചാർജ് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതായത് എപ്പോഴും ഫോണിൽ 65% മുതൽ 75% വരെ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ബാറ്ററിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ അതേപോലെ തന്നെ അതായത് നമ്മുടെ ഫോണിൽ എപ്പോഴും 60 മുതൽ 75% വരെ ചാർജ് എപ്പോഴും ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ ഫോണിലെ ബാറ്ററി 15% താഴോട്ട് വന്നതിന് ശേഷം നമ്മൾ അതായത് ചാർജ് തീർന്നതിന് ശേഷം ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ബാറ്ററി വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യമാണ് ബാറ്ററി ഒരിക്കലും പൂർണ്ണമായി ചാർജ് ചെയ്യരുത്. അതായത് പരമാവധി 95% വരെ മാത്രമേ ചാർജ് ചെയ്യാവൂ. 100% എപ്പോഴും ഒരിക്കലും ആക്കരുത്. അതായത് 95% മാത്രം ചാർജ് ചെയ്യുക. പിന്നെ നമ്മൾ പലപ്പോഴും ഫോണൊക്കെ നമ്മൾ കുത്തിയിട്ടിട്ട് നമ്മൾ ചിലപ്പോൾ രാത്രിയൊക്കെ കുത്തിയിട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ അതൊക്കെ തെറ്റായ രീതിയാണ്. നമ്മൾ എപ്പോഴും 95% വരെ മാത്രമേ ഫോൺ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് വൈബ്രേഷൻ ഓഫ് ആക്കുക. അതായത് റിംഗ് ടൂൺ ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വൈബ്രേഷനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അത്തരത്തിൽ വൈബ്രേഷൻ ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ റിംഗ് ടൂണിന് മുമ്പായിട്ട് വൈബ്രേഷൻ ഉപയോഗിക്കും. അപ്പോൾ ഈ വൈബ്രേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ചാർജ് കൂടുതലായിട്ട് വലിക്കും. അതേപോലെ തന്നെ ഹൈ ബ്രൈറ്റ്നസ് ഒഴിവാക്കുക. നമുക്കറിയാം നമ്മൾ ഫുൾ ബ്രൈറ്റ്നസ്സിലൊക്കെ ഇട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ബ്രൈറ്റ്നസ് ഒഴിവാക്കിയിട്ട് അതായത് മീഡിയം ബ്രൈറ്റ്നസ് ഇടുക. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം ഔട്ട്. നമുക്കറിയാം നമ്മുടെ സ്ക്രീൻ ചിലപ്പോൾ നമ്മൾ ഫോൺ എവിടെയെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റൊക്കെ ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡൊക്കെ കത്തിക്കൊണ്ട് വെക്കും. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ടൈമിങ്ങിൽ ഇടുക, അതായത് 15 സെക്കൻഡിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ടൈം കൂടി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് മുകളിൽ നോക്കിയാൽ നമ്മളെ ഐക്കൺ കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത്, വൈഫൈ തുടങ്ങിയ അനാവശ്യ ഐക്കണുകൾ നമുക്ക് ആവശ്യമില്ലാത്തപ്പോഴൊക്കെ ഓണായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്തിടുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലൊക്കേഷൻ സർവീസ്, നമ്മൾ ചാർജ് ഒരുപാട് വലിക്കുന്ന ഒരു സർവീസാണ് ലൊക്കേഷൻ സർവീസ്. ഇത് ആവശ്യമുള്ളപ്പോൾ മാത്രം, അല്ലെങ്കിൽ നിയന്ത്രിച്ച് മാത്രം ലൊക്കേഷൻ സർവീസ് ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ വർക്കാവുന്നുണ്ടാവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആപ്ലിക്കേഷനുകൾ വർക്കാവുമ്പോൾ നമ്മുടെ ബാറ്ററി ചാർജിങ് പെട്ടെന്ന് തീരും. അതേപോലെ തന്നെ അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ, നമുക്കറിയാം ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വാട്സാപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക, ഡിസേബിൾ ചെയ്യുക. അതുപോലെ തന്നെ പവർ സേവിങ് മോഡിൽ ഉപയോഗിക്കുക. നമ്മുടെ ഫോൺ എപ്പോഴും പവർ സേവിങ് മോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് ചാർജ് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് ഒഴിവാക്കുക. വയർലെസ് ചാർജിങ് എന്ന് പറയാൻ നമുക്കറിയാം പുതിയ ഫോണുകളിലൊക്കെ വയർലെസ് ചാർജിങ് ഉണ്ട്. ഈ വയർലെസ് ചാർജ് ചെയ്യുന്നത് വഴി ഇത് ബാറ്ററിക്ക് നല്ലതല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഇത് പെട്ടെന്ന് ഹീറ്റ് ആവാനും ബാറ്ററിക്ക് കേടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വയർലെസ് ചാർജിങ് പരമാവധി ഒഴിവാക്കുക. പിന്നെ ഫോൺ സാധാരണ താപനിലയിൽ സൂക്ഷിക്കുക. അധിക ചൂടും അധിക തണുപ്പും ലിഥിയം ഇയോൺ ബാറ്ററികൾക്ക് നല്ലതല്ല. എപ്പോഴും ഫോൺ സാധാരണ താപനിലയിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഇത്തരം ബാറ്ററികൾക്ക് നല്ലത്. അതുപോലെ തന്നെ ചാർജ് തീരാൻ അനുവദിക്കരുത്. നമ്മൾക്കറിയാം നമ്മുടെ ഫോണ് ഒരു 10%, 5% താഴെ വന്നതിന് ശേഷം നമ്മൾ പിന്നെയും ചാർജിങ്ങിലിടും. അപ്പോൾ ഫുള്ളായിട്ട് ചാർജ് തീരാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു 40-80% എപ്പോഴും ചാർജ് നിലനിർത്തുക, അല്ലെങ്കിൽ 60-75% ഫോൺ മുഴുവനായിട്ട് ചാർജ് തീരാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ ലൈഫ് ഒരു പരമാവധി നിങ്ങൾക്ക് ലൈഫ് കിട്ടും. അതേപോലെ തന്നെ നല്ല ചാർജിങ് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാറ്ററി നിങ്ങളുടെ ഫോണിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.